നമ്മളാണെങ്കിൽ ഇന്ന് അയൺ ചെയ്യാൻ പോകുന്നു. അയണിങ് സ്ഥലമൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മൈൻ ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് അയൺ വേണം. ആദ്യം അയൺ, പിന്നെ ഗോൾഡ് ഒക്കെ നമുക്ക് ശേഖരിക്കണം. ഗോൾഡ് ആർമറൊക്കെ ഉണ്ടാക്കണം. ആദ്യം അയൺ കിട്ടട്ടെ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങെടുക്കാം. ആവശ്യമുള്ളവർക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെതറിൻ്റെ പാൻറ് ഇടാം. നമ്മുടെ ഹെൽമെറ്റ് കാണാനായിരുന്നു. ലെതറിൻ്റെ പാൻറ് മാത്രമേ ഉള്ളൂ, ഹെൽമെറ്റ് കാണില്ല. അവിടെ ഇവിടെ അയങ്കോളം നിൽപ്പുണ്ട്. നമ്മൾ ഇന്നലെ കെട്ടിയിട്ടതാണ് അയങ്കോളം. ഇങ്ങോട്ടേക്ക് ഇതെന്തിന് ഇങ്ങനെ നടന്ന് കറങ്ങും? നിങ്ങൾക്ക് നമ്മൾ ഫുഡ് കിട്ടിയില്ല. ഫുഡ് കാണും. ഫുഡ് എടുത്ത് കൊടുക്കും. തടി എടുക്കണം. പിന്നെ ഫുഡ് കാണായിട്ടല്ല, നമുക്കുള്ളത് കിട്ടിയായി. ആട്ടിൻകുട്ടികളുള്ള ഫുഡ് ഇല്ലല്ലോ. ശവയിലൊക്കെ എടുത്തിട്ടുണ്ട്. മറ്റില്ലാത്തത് എടുക്കണം. അത് ഒന്നെടുത്തേക്ക്. എന്നിട്ട് അത് നമുക്ക് അത് വീറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനൊക്കെ കൊടുക്കാം. കുറേ ആട്ടിൻകുട്ടിയൊക്കെ ഉണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ തരാം. കൊടുത്തിട്ടുണ്ട്. ഇനി 4 ഉണ്ട്. ഇനി പിന്നെ കൊടുക്കാം. നമ്മൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടുന്ന് പൊട്ടിയതല്ലേ. എന്നിട്ട് വേണ്ട, ഇതിനകത്താണ് ഞാൻ പറഞ്ഞത് മൈൻ ചെയ്യാൻ. ഇതിനകത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് കുടിച്ചു തുടങ്ങും. നമ്മൾ ഒരു സ്റ്റെപ്പായിട്ടാണ് പോണത്. നമുക്ക് കുറച്ച് കോലം ശേഖരിക്കണം. കോലം ഉണ്ടെങ്കിൽ ഈ ടോർച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ക്രാഫ്റ്റ് ചെയ്യാൻ. കുടിച്ചപ്പോഴത്തേക്കും പിക്കാക്സ് ഒടിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് പിക്കാക്സ് ഉണ്ടാക്കണം. പിന്നെ മരത്തടിയൊക്കെ കുറവാണ്. മരത്തടിയൊക്കെ നമുക്ക് പോയി ശേഖരിക്കണം. ഇവിടെയൊന്നും അടുത്തൊന്നും മരമില്ല. മരത്തടി ശേഖരിച്ചിട്ട് വേണം നമുക്ക് വീട് വയ്ക്കണം. നമ്മൾ സ്റ്റോണിൻ്റെ പിക്കാക്സാണ് ഉണ്ടാക്കിയത്. നമ്മളതിൽ കുറച്ച് കൊബിൾ സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പിക്കാക്സും പിന്നെ വുഡൻ പിക്കാക്സും ഒന്നും ഉണ്ടാക്കി. നമുക്ക് ഇത് അത്രയും പൊളിക്കാം. നമുക്ക് ആ ഡോറിൻ്റെ അവിടെ പോയി നോക്ക് പ്ലേയിങ് സ്വിച്ച് അടയ്ക്കാം. അല്ലെങ്കിൽ ഈ സ്വാമ്പികളൊക്കെ ഇറങ്ങി വരും. പിന്നെ അതിനെയൊക്കെ കൊല്ലണം. ക്രീപ്പർ അങ്ങനെ വന്നാൽ പൊട്ടിത്തെറിക്കും. ടോർച്ചും കൂടെ നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനിയും കുഴിക്കണം. ഇനി നമുക്ക് കുഴിക്കാൻ തുടങ്ങാം. കുഴിച്ചപ്പോൾ വെട്ടയില്ല. ഇവിടെ വന്ന് ടോർച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കോലും കൂടെ കിട്ടണം, എന്നാലേ നമുക്ക് ടോർച്ച് ഉണ്ടാകും. അപ്പോൾ പിക്കാക്സ് ഒടിഞ്ഞ് ഇനി നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാക്സ് ഇട്ട് കുടിക്കാം. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ കോല് കിട്ടി. ഇവിടെയൊക്കെ കോലാണ്. നമ്മളതൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കോലുണ്ട്. നമുക്ക് ടോർച്ച് ഉണ്ടോ? ടോർച്ചില്ല. കോലെടുത്ത് ആദ്യം ഇവിടെ വയ്ക്കാം. നമുക്ക് എത്രണ്ണം ആവണമെന്ന് നോക്കാമല്ലോ. ടോർച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടുണ്ട് ഇവിടെ വെച്ചാൽ അതാണ്ട് ഇവിടെ നിറച്ച് കോലാണ്. ഈ കോലത്തിന് നമുക്ക് ഇങ്ങെടുക്കാം.
അങ്ങനെ കോലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. വീണ്ടും വെട്ടം പോയി. ഇവിടെ വീണ്ടും വെട്ടം പോയി. 21 കോലായിട്ടുണ്ട് നമുക്ക്. എന്നിട്ട് ഇവിടെ മേളിലും കോലുണ്ട്. ഇങ്ങോട്ട് വയ്ക്കാം. ഇവിടെയും കോലുണ്ട്. നമുക്ക് ഇവിടെയും കൂടെ കുഴിക്കണം. നമുക്ക് മേലെ പോയി ടോർച്ച് ഉണ്ടാക്കി കൊണ്ടുവരാം. ക്രാഫ്റ്റിംഗ് ടേബിളില്ല. ഈ ടോർച്ചെല്ലാം ഇടുക. ടോർച്ചെടുത്ത് താഴോട്ട് വയ്ക്കാം. പിന്നീട് പോയി ഉണ്ടാകാം, ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ അത്രയും കുഴിക്കണം. വീണ്ടും പിക്കാക്സ് ഒടിഞ്ഞ് ഈ പിക്കാക്സ് ഇല്ല. നമുക്ക് മണ്ടേ പോയി കുറച്ച് ടോർച്ചും സ്റ്റോണിൻ്റെ പിക്കാക്സും ഉണ്ടാക്കാം. നമ്മളെല്ലാം സ്റ്റോണ് ഇരിപ്പുണ്ട്, അവിടെ നിന്ന് കിട്ടിയതായേ. നമുക്ക് ആദ്യം സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് പിക്കാക്സൊക്കെ ക്രാഫ്റ്റ് ചെയ്യാക്കും. നമ്മൾ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇനി സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യാം. സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോർച്ചും കൂടെ ക്രാഫ്റ്റ് ചെയ്യാണ്. ടോർച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ടോർച്ച് വയ്ക്കണം. ഇനി നമുക്ക് പടിപടിയായിട്ട് തന്നെ കുഴിക്കണം. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നേരെ കുഴിക്കാം. നമുക്ക് കുഴിച്ചു തുടങ്ങാം. കുഴിച്ച് ഇവിടെ വെട്ടമില്ല, ടോർച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുഴിക്കാൻ തുടങ്ങും. കുഴിച്ചുകൊണ്ട് നമ്മളാണ് ഇവിടെ കോല ഉണ്ടത്. പിന്നെയും കോല ഇട്ടിട്ടുണ്ട്. അങ്ങനെ കോല എടുത്തിട്ടുണ്ട്. ബാക്കി കോലും കൂടെ എടുക്കാം. നമുക്കിവിടെ ഒരു ടോർച്ചും കൂടെ വയ്ക്കണം. ഇന്ന് ബാക്കി കുഴിക്കാം. നമ്മൾ നേരെയാണ് കുഴിച്ച് പോകുന്നത്. നമുക്ക് ആദ്യത്തെ അയം കിട്ടിയിട്ടുണ്ട്. ബാക്കിയും കൂടെ എടുക്കാം. നമുക്കിപ്പോൾ മൊത്തത്തിൽ 4 അയണും കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ കുഴിക്കാം. കുഴിച്ചപ്പോഴത്തേക്ക് പിക്കാക്സ് ഒടിഞ്ഞു പോയി. അടുത്ത പിക്കാക്സ് എടുക്കാം. ഇവിടെ ഒരു ടോർച്ച് വയ്ക്കാം. ടോർച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷവലിട്ട് കുഴിക്കാം. ഇത് മറ്റേ ഡയറക്റ്റാണ്. ഇനി കുഴിക്കാൻ തുടങ്ങാം. ഇത് ഡയറക്റ്റ് അല്ല, പിക്കാക്സ് ഇട്ട് കുഴിക്കും. നമുക്ക് ഇവിടെ ടോർച്ച് വയ്ക്കാം. ഇത്രയും കുഴിച്ചിട്ടുണ്ട് നമ്മൾ. ഇനിയും കുഴിക്കാം. പടിപടിയായിട്ടാണ് കുഴിക്കുന്നത്. ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. നമുക്ക് ടോർച്ച് വയ്ക്കാം. ഇവിടെ ടോർച്ച് വെച്ചിട്ടുണ്ട്.
ഇനിയും കുഴിക്കണം നമുക്ക്. ഇനിയും കുഴിയാം. ഒട്ടിച്ചുകൊണ്ടുവന്നപ്പോൾ പിക്കാക്സ് കിട്ടിപ്പോയി. ഇനി നമുക്ക് മേലെ പോകാം. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിപ്പുണ്ട്, അതൊന്ന് പൊട്ടിക്കാം. ഇതും കൂടെ അങ്ങ് പൊട്ടിക്കാം. വെളിയിലോട്ട് ഇറങ്ങി നോക്കാം. അപ്പം നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയപ്പോൾ വൈകുന്നേരമായിരുന്നു. ഇവിടെ അയങ്കോളം വയ്ക്കുന്നുണ്ട്. അയങ്കോളത്തിന് വീണ്ടും അയം വേണമെന്നുള്ള കാണുന്നത്. നമുക്ക് അയങ്കോളത്തിന് അയൺ കൊടുത്താൽ നമുക്ക് ആദ്യം അയണാണെങ്കിൽ അയൺ ഇൻകോട്ടായി എടുക്കണം. അതിന് കോല് ഇട്ടിട്ടുണ്ട്. കോലാണ് ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിന് അയൺ ഇൻകോട്ടായിട്ട് എടുക്കാം. ഇനി 3 കൂടെ ഉണ്ട്. നമ്മൾ 4 എടുത്തിട്ടുണ്ട്. 4 3. ഇനി ഒന്നുകൂടെ ഫർണസിൽ ഇരിപ്പുണ്ട്, അതുകൂടെ നമുക്ക് ഇങ്ങനെ എടുക്കാം. എടുത്തിട്ടുണ്ട്. അതിന് വരെ നമ്മൾ ഇറച്ചി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അയൺ കോളത്തിന് കൊടുത്താൽ നമുക്ക് അയൺ വേണോ? അയൺ വേണോടാ? ഒരടി. അയ്യോ, നമ്മളടിച്ച്. അയ്യോ, നമ്മൾ ഡെഡായി. നമുക്ക് ഇനി പോയി സാധനങ്ങൾ അത്ര എടുക്കാം. സാധനങ്ങൾ അത്ര എടുത്തിട്ടുണ്ട്. അയൺകുളത്തിന് കൊടുക്കാം. അയൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അയൺകുളത്തിന്. അത് നമ്മളവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇനി ബാക്കിയും കൂടെ ആവട്ടെ. നമുക്ക് ലെതറിൻ്റെ പാൻറ് എടുത്തിടാം. അയങ്കോളം അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോകാൻ നോക്കുന്നുണ്ട്. ഇതാവും വരെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നീ എന്താണ് നോക്കുന്നത്? നിങ്ങൾക്ക് ഫുഡ് വേണ്ടേ? ആ കുതിരേനെ ഇങ്ങ് പിടിച്ചാലേ? വേണ്ട, അത് വയ്ക്കോട്ടെ. നമുക്ക് കൊബിൾ സ്റ്റോണ് കിട്ടി, അതുകൊണ്ട് വീടിൻ്റെ പണി നിർത്താലോ. അത് നമുക്ക് കുറച്ചും കൂടെ ഫുഡ് എടുക്കാം. ആ പന്നീനെ അങ്ങ് കൊന്നിട്ടുണ്ട്. ഇവിടെ ആടുകൾ നമുക്ക് കൊല്ലാം. ഫുഡിന് വേണ്ടിയാണ്. നമ്മളിൽ ഊളൊക്കെ ഉണ്ട്, ബെഡും ഉണ്ട്, എടുത്തിട്ടുണ്ട്. അതിനെയൊക്കെ കൊന്നിട്ടുണ്ട്. ഇനി ഊളും എടുത്തിട്ടുണ്ട്. ഇതാണ്ട് അവിടെയും ആടിപ്പുണ്ട്, അത്രയും കൊന്നിട്ടുണ്ട്. അവിടെ ഒരു കോഴിക്കുഞ്ഞ് ഇരിക്കുന്നുണ്ട്, പക്ഷെ അതിനെ വേണ്ട. നമുക്ക് ഈ പന്നീനെ അങ്ങ് കൊല്ലാം. അല്ലാതെ ഫുഡിന് വേണ്ടിയാണ് കൊല്ലുന്നത്. ഇനി നമുക്ക് മൈൻഡ് ചെയ്യുമ്പോൾ ആവശ്യം വരും. ഈ വീറ്റത്രയും ഇങ്ങനെ എടുത്താലാ? വീറ്റത്ര എടുത്തിട്ടുണ്ട്. അവിടെ നട്ടു വയ്ക്കാം. ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടെ നട്ട് വയ്ക്കണം. ബാക്കി സീഡ്സ് ഇരിക്കട്ടെ. നമുക്ക് ഇതെന്ത് സാധനം? നമുക്ക് മരം വെച്ചത്, മരം 2 ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 2 കുതിരയുള്ള നമ്മളിന്നലെ തുറന്നിട്ടിട്ടാണ് പോയത്. അയൻകുളത്ത് പിടിച്ചത്. ഇതാരാ? കൊന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരയം കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ അയം വെച്ച് നമുക്ക് ഒരു ഷീൽഡ് ഉണ്ടാക്കണം. നമ്മൾ കഴിഞ്ഞ മൈനിങ്ങിന് പോയപ്പോൾ കിട്ടിയ അയൺ അത്രയും നമ്മളാണെങ്കിൽ അയൻകുളത്തിന് കൊടുത്തത്. ഇവിടെ മരത്തടിയും കൂടെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. മരത്തടി കുറവായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇവൻ്റെ എന്താ? എൻ്റെ
ഇന്ന് വല്ലതും വേണമെങ്കിൽ എല്ലാത്തിനും എമറാൾഡ് കൊടുക്കണം. ഈ ഒരായം കൊണ്ട് നമുക്ക് ഇതുണ്ടാകണം, ഷീൽഡ്. ഇവിടെ അറിയാതെ കൊണ്ട് വെച്ചതാണ്, അത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേവിച്ചിടാം. ബ്രെഡ് അറിയാതെ പൊട്ടിച്ചതാണ്. നമുക്ക് ബ്രെഡ് എടുത്ത് തിരിച്ച് അവിടെ തന്നെ വയ്ക്കാം. ഇതാവാത്ത ഇപ്പായി ഫർണസിൻ്റെ അടുത്താണ് ബെഡ്. നമുക്ക് ഇനി എന്താ ഉണ്ടാകണ്ടേ? ഇനി ഷീൽഡ്, ഇനിയും ഓക്ക് പ്ലാങ്ക്സ് ആണ്. നമ്മൾ ഷീൽഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്ക് പ്ലാങ്ക്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, ഉണ്ടാക്കി. അങ്ങനെ ഷീൽഡ് കൊടുത്ത് നമ്മളെ കൈ പിടിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ ഷീൽഡ്, ഒരു കയ്യിലൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആ കോലം കൂടെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. കോല് ഇങ്ങെടുക്കാം. കോലിങ്ങെടുത്തിട്ടുണ്ട്. പാർട്ട് 4 ആണെന്നാണ് തോന്നുന്നത്. പാർട്ട് 4 ഇത്തിരി ലെങ്ത്ത് കൂടിയ പോലെ തോന്നുന്നുണ്ട്. അടുത്ത പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. 35 സബ്സ്ക്രൈബേഴ്സായി നമ്മുടെ ചാനൽ. അപ്പോൾ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുക.